ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അതിനെക്കുറിച്ചാണെന്ന് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഒരാൾ നല്ല ഹാപ്പി ആയിട്ടിരുന്ന് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത പണി ഞാൻ കാണിച്ചു തരാം. അതാ ഈ ഡോറിൻ്റെ താഴെ കാണുന്നില്ലേ, അതൊരു കുറ്റി കാണുന്നുണ്ടല്ലോ, അതിൻ്റെ അപ്പുറം ഭാഗം ആ കുറ്റി കയറുന്ന ആ സംഭവം ഉണ്ടല്ലോ, അത് കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എവിടെ പോയെന്ന്. അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ അവസ്ഥ എങ്ങനെ ആയിട്ടുണ്ട്. അത് ചെയ്തത് ഞാൻ തന്നെയാണ്. കാരണം അത് ഇപ്പം ഞാൻ ഊരിയെടുത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കുറ്റിൻ്റെ അവസ്ഥയൊക്കെ കണ്ടല്ലോ അല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ കുട്ടികളെ പറഞ്ഞേക്കുന്ന തിരക്ക് ഞാൻ അവനെ പൊതുവേ ദിവസവും രാവിലെ പപ്പ പോകുന്ന സമയത്ത് ഞങ്ങൾ റൂമിലേക്ക് കൊണ്ടു കിടത്തുള്ളൂ. ഞാൻ കുട്ടികൾ മൂന്നാൾ ഒരുമിച്ച് കിടക്കുക. അപ്പോൾ അതുപോലെ കൊണ്ടു കിടത്തി. പിന്നെ രാവിലെ എപ്പോഴത്തേക്കും പോലെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കുട്ടികൾ ബാക്കി രണ്ടുപേരും പറഞ്ഞേക്കുന്ന തിരക്കിൽ ഇവൻ എപ്പോഴും നീറ്റ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവൻ നീറ്റ് മിണ്ടാതെ എന്താ നീറ്റിട്ട് അവിടെ കസേരയിൽ കുറച്ച് തുണികൾ മടക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തുണികളൊക്കെ വലിച്ച് താഴത്തേക്ക് ഇട്ടിട്ട് ആ കസാര അവിടെ നീക്കിയിട്ട് ഇവൻ അടിയിലെ കുറ്റിയിട്ടിട്ട് അതിൻ്റെ ആ കസാര വാതിലൊപ്പം ചാരി വെച്ചിട്ട് അതിൻ്റെ മേലെ കയറി നിന്ന് ഹാൻഡിൽ പിടിച്ചിരിക്കുക. ഞാൻ അവനുള്ളിലും ഞാൻ പുറത്തുമാണ്. ഉള്ളിൽ ജനലുകളൊന്നും തുറന്നിട്ടില്ല. രാവിലത്തെ നമ്മൾ തുറന്നിട്ടില്ല എന്നുള്ളതിൽ ജനലൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് കുറേ ഹിന്ദിയിലും മലയാളത്തിലൊക്കെ കുട്ടിയോട് പറഞ്ഞു നോക്കി, തുറക്കുമെന്ന്. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. ഇടാനറിയാം, കുഞ്ഞുകുട്ടിയിൽ 2.5 വയസ്സിലായിട്ടുള്ളൂ. ഇടാൻ അവന് മനസ്സിലായി, ഇട്ടു. പക്ഷേ തുറക്കാൻ അവൻ അറിയുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം എൻ്റെ മനസ്സിൽ തോന്നിയതുപോലെ ഞാൻ ഹാൻഡിൽ തുറന്ന് പിടിച്ചിട്ട് ഞാൻ കുറ്റി വരുന്ന ഭാഗത്തേക്ക് ചവിട്ടി നന്നായിട്ട് ഒരു 5-6 വട്ടം, 5-6 പോരാ, 10-12 വട്ടം ചവിട്ടിക്കാണും. ചവിട്ടിയിട്ട് ആ കുറ്റി അങ്ങോട്ട് പൊട്ടിച്ചു എന്നുള്ള മട്ടിൽ തന്നെ ആക്കിയിട്ടാണ് തുറന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ടൂൾ ബോക്സ് എടുത്തിട്ട് അത് സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ച് ആ കുറ്റി ഊരിയെടുത്തു. 2 റൂമിൻ്റെയും താഴത്തെ കുറ്റീൻ്റെ ആ കുറ്റി കയറി നിൽക്കുന്ന സംഭവം ഊരിയെടുത്തു. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ, ഇങ്ങനെ നമ്മുടെ എല്ലാവരുടെ വീടുകളും ഇങ്ങനെ കുറ്റി താഴെ ഉണ്ടാവും. മേലൊരു കുറ്റി, താഴെ ഒരു കുറ്റി. ഏകദേശം 2 വയസ്സ് 2.5 വയസ്സൊക്കെ കുട്ടികളുള്ള വീട്ടുകാരാണെങ്കിൽ ആ കുറ്റി കയറി നിൽക്കുന്ന കുറ്റി ഇങ്ങനെ ഊരി വെക്കുക. നിങ്ങൾ വേറെ എന്താ പറയാൻ നിൽക്കാറില്ല, കുറ്റി നമ്മളവിടെ പറയാം. അപ്പോൾ ആ കുറ്റി ഊരി വെക്കുക. കാരണം നമ്മളെന്തെങ്കിലും തിരക്കുള്ള സമയത്ത്, അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കുട്ടികൾ കയറിയിട്ട് ഇത് കുറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മളറിയില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കൂടി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആരും ഹെൽപ്പിന് വിളിക്കാനൊന്നും ആരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ദയവായി ശ്രദ്ധിക്കുക. അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുള്ള വീടുകൾ അങ്ങനെ കുറ്റി താഴെ ഉണ്ടെങ്കിൽ അത് ഊരി വെക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്കൊക്കെ പിന്നെയും വെക്കാമല്ലോ. അപ്പോൾ നമ്മൾ എപ്പോഴും സേഫ്റ്റി നോക്കുക. അപ്പോൾ ഇത്രയും കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ മക്കളെ സേഫ്റ്റി നോക്കിക്കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.